ഹായ് ഹലോ വെൽക്കം ടു കേരള സെൻസ്. ഇന്ന് ഒരു എൻജിൻ പിസ്റ്റൺ എങ്ങനെ സോളിഡ് വർക്സിൽ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. അതിൻ്റെ ഒരു 3D മോഡൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് സോളിഡ് വർക്സ് ഓപ്പൺ ചെയ്യുന്നു. ഫയലിൽ ന്യൂ ഫയൽ സെലക്ട് ചെയ്തു. പാർട്ട് ഡ്രോയിങ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. യൂണിറ്റ് MMGSലേക്ക് സെറ്റ് ചെയ്യാം. റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്കെച്ച് സെലക്ട് ചെയ്തു. ലൈൻ ടൂൾ ഉപയോഗിച്ച് പിസ്റ്റൻ്റെ ചെറിയൊരു പോർഷൻ വരച്ചുണ്ടാക്കാം. ഓയിൽ റിങ്ങും കംപ്രഷൻ റിങ്ങും വരുന്ന ഏരിയ ആണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. ഓൾമോസ്റ്റ് ഈക്വൽ ആവുന്ന രീതിയിലേക്ക് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈക്വൽ റിലേഷൻ കൊടുത്തതിനെ ഒരേ അളവിലേക്ക് മാറ്റും. ഈ രീതിയിൽ വരച്ചെടുക്കുക. ശ്രദ്ധിക്കേണ്ടത് വരച്ചു തുടങ്ങുന്നത് ഒറിജിനിൽ നിന്നാണ്. സ്മാർട്ട് ഡയമെൻഷൻ സെലക്ട് ചെയ്തു. ഇതുവരെ വരച്ച ലൈനുകൾക്ക് ഡയമെൻഷൻസ് കൊടുക്കാം. 43, 7, 3, അതിനു മുമ്പായിട്ട് മുകളിലെ ഡയമെൻഷൻ കൊടുക്കാം. 5. ഇനി കീബോർഡിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഒരേ ലെങ്ത് വരുന്ന ലൈൻസുകളൊക്കെ സെലക്ട് ചെയ്യുക. നമ്മൾ 5 ലെങ്ത് വരുന്ന ലൈൻസുകളൊക്കെ സെലക്ട് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ ഏഡർ റിലേഷനിൽ ഈക്വൽ റിലേഷൻ കൊടുക്കുന്നു. അപ്പോൾ എല്ലാ ലൈൻസിനും 5 ലെങ്ത് വന്നിട്ടുണ്ടാവും. ഇനി ഒരേ ലെങ്ത് വരുന്ന 3 mm ലെങ്ത് വരുന്ന ലൈനുകളൊക്കെ സെലക്ട് ചെയ്യുന്നു. ഏഡർ റിലേഷനിൽ ഈക്വൽ കൊടുക്കുന്നു. വീണ്ടും സ്മാർട്ട് ഡയമെൻഷൻ എടുത്തു. ടോട്ടൽ ഹൈറ്റ് മാർക്ക് ചെയ്യുന്നു. 80 mm. താഴെയുള്ള ലൈനിന്റെ ലെങ്ത് 5. അതിന്റെ സൈഡ് ലെങ്ത്തും 5. പിന്നെയുള്ള ലൈനിന്റെ ലെങ്ത് 6 mm. ഓക്കെ, വീണ്ടും ഒറിജിനിലേക്ക് തിരിച്ചു വരാം. ലൈൻ ടൂൾ ഉപയോഗിച്ച് ഒറിജിനിൽ നിന്ന് താഴോട്ട് ഒരു ലൈനും അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ലൈനും വരയ്ക്കുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് വരച്ച ലൈനിനെ നമ്മൾ കൺസ്ട്രക്ഷൻ ലൈനാക്കി മാറ്റുന്നു. ആംഗിൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുകളിൽ നിന്ന് വരച്ച ലൈനിന് 10 mm ലെങ്ത് ഡയമെൻഷൻ ചെയ്യുന്നു. വീണ്ടും ലൈൻ ടൂൾ എടുക്കുന്നു. ഒരു ലൈൻ ചെരിച്ചു വരയ്ക്കുന്നു. അത് താഴെ നിന്ന് വരച്ച ലൈനുമായിട്ട് ഹൊറിസോണ്ടലി കണക്റ്റ് ആവണം. ഈ നേരത്തെ വരച്ച കൺസ്ട്രക്ഷൻ ലൈനും ഇപ്പോൾ വരച്ച ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനും തമ്മിലുള്ള ആംഗിൾ 15 ഡിഗ്രി സെറ്റ് ചെയ്തു. ഓക്കെ, ഫില്ലർ ടൂൾ ഉപയോഗിച്ചിട്ട് 8 mm ചെറിയൊരു ഫില്ലറ്റ് താഴെ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വ്യൂ ഐസോമെട്രിക് വ്യൂയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഐസോമെട്രിക് വ്യൂ 10 mm വരച്ച ലൈനിനെ ബേസ് ചെയ്തിട്ട് റിവോൾവ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഫീച്ചർ ടാബിൽ റിവോൾവ്ഡ് ബോസ് പീസ് ടൂൾ എടുത്തു. 10 mm വരച്ച ലൈൻ, ആ ലൈൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ടിക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ടോട്ടൽ സ്കെച്ച് ആ ലൈനിനെ ബേസ് ചെയ്തിട്ട് റിവോൾവ് ആയിട്ടുണ്ട്. ഏകദേശം പിസ്റ്റൻ്റെ ഫസ്റ്റ് മോഡൽ കംപ്ലീറ്റ് ആയി. ഇനി 3D ഫില്ലർ ടൂൾ ഉപയോഗിച്ച് 3Dയിലുള്ള ഫില്ലറ്റാണ്. 3D ഫില്ലറ്റ് ഉപയോഗിച്ചിട്ട് 10 mm ടോപ്പ് ഓപ്ഷൻ ഫില്ലറ്റ് ചെയ്യുന്നു.
വീണ്ടും ഐസോമെട്രിക് വ്യൂ സെലക്ട് ചെയ്തു, റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു, സ്കെച്ച് സെലക്ട് ചെയ്തു, നോർമലിൽ വെച്ചു. സെൻറ്റർ ലൈൻ ഉപയോഗിച്ച് താഴെ നിന്ന് മുകളിലേക്കൊരു ലൈൻ മിഡ് പോയിന്റ് ബേസ് ചെയ്തിട്ട് വരയ്ക്കണം. താഴത്തെ മിഡ് പോയിന്റിൽ നിന്ന് മുകളിലേക്കൊരു ലൈൻ വെച്ചു. ആ ലൈനിന് 29 mm ഡയമെൻഷൻ കൊടുത്തു. ഈ ലൈന് ഫിനിഷ് ചെയ്യുന്ന പോയിന്റിൽ 2 സർക്കിൾസ് വരയ്ക്കുന്നു. ഫസ്റ്റ് സർക്കിൾ, സെക്കൻഡ് സർക്കിൾ. സർക്കിൾസിന് ഡയമെൻഷൻ ചെയ്യാം. ഇന്നർ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 20 mm ഡയമീറ്റർ ആണ്. ഔട്ടർ സർക്കിളിൻ്റെത് 26 mm ഡയമീറ്റർ. ഓക്കെ, വീണ്ടും ഐസോമെട്രിക് വ്യൂയിലേക്ക് വെച്ചു. എക്സ്ട്രൂഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് താഴെ ഭാഗത്തേക്ക് നമ്മൾ ടേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫീച്ചർ ടൂൾ ഉപയോഗിച്ചു, എക്സ്ട്രൂഡ് ബോസ് ബേസ് ടൂൾ എടുത്തു. ഇവിടെ ഫ്രം എന്നുള്ളതിൽ സ്കെച്ച് പ്ലെയിൻ മാറ്റി ഒരു 20 mm ഡിസ്റ്റൻസ് ഓഫ്സെറ്റിൽ വരയ്ക്കണം. ഓഫ്സെറ്റ് 20 mm. താഴെ അപ് ടു നെക്സ്റ്റ് എന്നുള്ളതിൽ സെലക്ട് ചെയ്തിട്ടാണ് എക്സ്ട്രൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സർഫസ് വരെ, സ്പെറിക്കൽ സർഫസ് വരെ എക്സ്ട്രൂഡഡ് ആവും വിത്ത് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് 20. ഓക്കെ, ഇനി അവസാനം ചെയ്ത ബോസ് എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ ഫീച്ചർ സെലക്ട് ചെയ്യുന്നു. മിറർ ടൂൾ എടുക്കുന്നു. പാർട്ട് 2 എന്നെഴുതിയതിൻ്റെ പ്ലസ് ചിഹ്നം ഓപ്പൺ ചെയ്ത് മിറർ ഫേസ് ആൻഡ് പ്ലെയിനിൽ റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ റൈറ്റ് പ്ലെയിനിനെ ബേസ് ചെയ്തിട്ട് മിറർ ചെയ്യാണ്. ഇപ്പോൾ 2 ഭാഗത്തും ആ ഒരു എക്സ്ട്രൂഡ് ചെയ്ത പോർഷൻ വന്നിട്ടുണ്ടാവും. അതിനുശേഷം ബോസ് എക്സ്ട്രൂഡ് ഓപ്പൺ ചെയ്തു. നേരത്തെ വരച്ച സ്കെച്ച് വീണ്ടും സെലക്ട് ചെയ്തു. സ്കെച്ച് 2. എക്സ്ട്രൂഡിന് പകരം എക്സ്ട്രൂഡഡ് കട്ട് സെലക്ട് ചെയ്തു. താഴെ സെലക്റ്റഡ് കോണ്ടൂർസ് ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഉള്ളിലുള്ള സർക്കിൾ മാത്രം, 20 mm ഇന്നർ സർക്കിൾ മാത്രം സെലക്ട് ചെയ്തു. ബ്ലൈൻഡ് മാറ്റി എക്സ്ട്രൂഡ് കട്ട് ത്രൂ വോൾ ആയിട്ട് ചെയ്യുന്നു. ത്രൂ വോൾ. അതേസമയം തന്നെ ഡയറക്ഷൻ 2 കൂടി ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ 2 ഡയറക്ഷനിലേക്ക് ഒന്നിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. എക്സ്ട്രൂഡ് കട്ട് ചെയ്യുന്നു. കംപ്ലീറ്റ് ആയി. ഹോൾ വന്നിട്ടുണ്ട്. 20 mm ഹോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീണ്ടും ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുന്നു. റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്തു. സ്കെച്ച്, മൂന്നാമത്തെ സ്കെച്ചാണ്. നോർമലിൽ വെച്ചു. സെൻറ്റർ റെക്റ്റാങ്കിൾ ചൂസ് ചെയ്തു. സെൻറ്റർ റെക്റ്റാങ്കിൾ. സെൻറ്റർ റെക്റ്റാങ്കിൾ ചൂസ് ചെയ്തു. താഴെ ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇതിൻ്റെ ഒരു ഭാഗത്തെ ഡയമെൻഷൻ 24 mm, താഴെയുള്ള ഡയമെൻഷൻ 60 mm മാർക്ക് ചെയ്തു. ഫില്ലറ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിലെ 2 കോർണേഴ്സ് ഫില്ലറ്റ് ചെയ്യുന്നു. ഫില്ലറ്റ് റേഡിയസ് എന്ന് പറയുന്നത് 8 mm. 1, 2. അതേപോലെ തൊട്ടിപ്പുറത്തെ സൈഡും ചെയ്തു. വീണ്ടും ഐസോമെട്രിക് വ്യൂയിലേക്ക് പോവാം. ഐസോമെട്രിക് വ്യൂ നേരത്തെ പോലെ താഴെ ഭാഗം കുറച്ചും കൂടി ചെരിച്ചു വെക്കാൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഫീച്ചേഴ്സ് ടാബിൽ എക്സ്ട്രൂഡഡ് കട്ട് ചൂസ് ചെയ്യുന്നു. ബ്ലൈൻഡ് മാറ്റി ത്രൂ വോൾ കൊടുക്കുന്നു. ഡയറക്ഷൻ 2 ഓൺ ചെയ്യുന്നു. ത്രൂ വോൾ കൊടുക്കുന്നു. ടിക്ക് ചെയ്യുന്നു. So, thank you for watching.